Boche Gold and Diamonds. Buy now, pay later. ഷൊർണൂരിലെ RMS ഓഫീസ് ഇനി ചരിത്രത്തിൽ മാത്രം. 75 വർഷമായി റെയിൽവേ സ്റ്റേഷൻ പ്രവർത്തിച്ചിരുന്ന RMS ഓഫീസിന്റെ പ്രവർത്തനം നിർത്തി. കേരളത്തിലെ ആദ്യത്തേതും മലബാറിന്റെ യാത്രാ കവാടം എന്നറിയപ്പെടുന്ന ഷൊർണൂരിലെ ഈ കേന്ദ്ര സർക്കാർ സ്ഥാപനം തിങ്കളാഴ്ച മുതൽ നിർത്താൻ ഉത്തരവിറങ്ങി. ജീവനക്കാരെ തിരൂർ, പാലക്കാട് RMS ഓഫീസുകളിലേക്ക് സ്ഥലം മാറ്റിയും ഉത്തരവ് വന്നു. ദിവസവേതനക്കാരായ 30 തൊഴിലാളികളെ പിരിച്ചുവിടുകയും ചെയ്തു. RMS ഓഫീസ് കെട്ടിടം റെയിൽവേക്ക് തിരിച്ചേൽപ്പിക്കുന്നതിനായി സബ് റിക്കാർഡ് ഓഫീസർ ഉൾപ്പെടെ ചില ഉദ്യോഗസ്ഥർ ഷൊർണൂരുണ്ടാകും. 31-നകം കെട്ടിടവും ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ള സ്റ്റോക്ക് മാറ്റിയാലുടൻ ഇവരെയും സ്ഥലം മാറ്റും. പോസ്റ്റ് ഓഫീസുകളിൽ നിന്നും വരുന്ന തപാൽ ബാഗുകൾ നേരെ പാലക്കാട്, തിരൂർ ഓഫീസുകളിൽ എത്തിക്കാനും തിരിച്ചും എത്തിക്കാനുള്ള സംവിധാനങ്ങളും ഏർപ്പെടുത്തി. ഷൊർണൂർ RMS ഓഫീസിൽ 24 മണിക്കൂർ പ്രവർത്തിച്ചിരുന്ന ബുക്കിംഗ് കൗണ്ടറും അടച്ചുപൂട്ടി. സർക്കാർ സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, സ്കൂളുകൾ തുടങ്ങിയ സ്ഥാപനങ്ങൾ ഈ സൗകര്യം ഉപയോഗിച്ചിരുന്നു. സാമ്പത്തിക ലാഭം നിലനിർത്തി കേരളത്തിൽ തന്നെ 1-ാം സ്ഥാനമായിരുന്നു ഷൊർണൂർ RMSനെന്ന് കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നു. ജില്ലയിൽ ഒരു ഓഫീസ് എന്നതും റെയിൽവേ സ്റ്റേഷനിലെ കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ഓഫീസുകൾ ഒഴിവാക്കുക എന്നതുമാണ് RMS പൂട്ടാൻ കാരണം. ഷൊർണൂർ RMS നിലനിർത്തണമെന്നാവശ്യപ്പെട്ട് രാഷ്ട്രീയ പാർട്ടികളും സംഘടനകളും സംരക്ഷണ സമിതി രൂപവൽക്കരിച്ച് തപാൽ വകുപ്പിന് നിവേദനം നൽകിയിരുന്നു. എന്നാൽ ഇതൊന്നും RMS ഓഫീസ് നിലനിർത്താൻ കാരണമായില്ല. തൊഴിലാളി സംഘടനകളായ NFPE, AIGDSEU, BPEF എന്നിവർ ഐക്യസമിതി രൂപീകരിച്ച് മാർച്ചുകളും നിരാഹാര സത്യാഗ്രഹവും നടത്തിയെങ്കിലും സ്ഥാപനം എന്നേക്കുമായി നിലച്ചു. ടൈം കിഡ്സ് പ്രീ സ്കൂൾ, മാന്നന്നൂർ റോഡ്, വാണിയംകുളം. ഡോട്ട് വ്യൂ ന്യൂസ്. കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.